ഹായ് അസ്സാം വലൈക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊറോട്ടൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടൻ്റെ റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഈ അരിപ്പൊടിയും മൈദപ്പൊടിയും അല്ലെങ്കിൽ ആട്ടപ്പൊടി അത് ഒന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർക്കുക. പിന്നെ ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കൈവച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. തണുത്ത പാലിലാക്കണ്ട. ഞാനിപ്പം ഒന്ന് ഇളം ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് നമുക്കിതിലേക്ക് ഒഴിച്ച് പാലിൽ തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഴക്കാൻ വേണ്ടി. അത് നിങ്ങൾ ആവശ്യം അനുസരിച്ച് കുഴച്ചെടുത്താൽ മതി. കുഴച്ച് അതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ മാവ് ഉണ്ടാവും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകുക. ഞാനിപ്പം കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ 9 ബോൾസാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഓരോന്നെടുത്ത് നമുക്ക് പരത്തിയെടുത്താൽ മതി. പിന്നെ ഇതിന് വേണ്ടി ഡാൽഡയാണ് ഉപയോഗിക്കൽ. പിന്നെ ഡാൽഡ ഞാനങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മിൽമ ഗീയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇതിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നേരെ പകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒന്ന് ഗീ തടവി കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് നോക്കുന്നത്. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ എല്ലാം മൊത്തത്തിൽ ചെയ്ത് വെക്കാം ആദ്യം. അതിനുശേഷം ഓരോന്നും പരത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും പരത്തിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓട് വെച്ചിട്ടോ അല്ലെങ്കിൽ പാൻ വെച്ചിട്ടോ ഒന്ന് ചുട്ടെടുക്കാം. പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. പിന്നെ അതായി വരുമ്പോൾ 2 ഭാഗത്തും കുറച്ച് ഇതുപോലെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇത് കാണുന്നില്ല, നല്ല ലെയറായിട്ട് തന്നെ ഇത് ഉണ്ടാവും. ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഓരോന്ന് ലെയറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര ടൈം കഴിഞ്ഞാലും അത് നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്ന് മിൽമ ഗീയും പാലൊക്കെ ചേർത്ത് കുഴച്ചത് കൊണ്ട് നല്ല ടേസ്റ്റായ പൊറോട്ട റെഡി. പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീഫാണ് ഉണ്ടാക്കിയത്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു സവാളയും 1 തക്കാളിയും അതുപോലെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതൽ മുളക് ചേർക്കുന്നില്ല ഇത് വേവിക്കുന്ന ടൈം. പിന്നെ ഇതുപോലെ പട്ട, കറാമ്പ്, ബേ ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂറോളം കുക്കറിലിട്ടതാണ്. ആദ്യം ഒരു വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ കുക്കറിൽ ആക്കിയെടുത്തതാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആക്കുന്നതാണ്. 1 തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് അരച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക.
പിന്നെ ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗീയിലൊന്ന് ഈ സവാള ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതും ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ അടിച്ചു വെച്ച തക്കാളിയുടെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ബീഫിൽ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതൊന്ന് ഇതുപോലെ തിളച്ച് വരുമ്പം ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ ഇട്ട് അത് ബീഫ് വേവിച്ച കുറച്ച് ഗ്രേവിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് നമുക്കൊന്നൊന്ന് മിക്സാക്കി എടുത്ത് ഒന്ന് തിളച്ച് നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി വറ്റിച്ച് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് അത് നന്ന ഗ്രേവി അല്ല, ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുത്തത്. അത് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ ബീഫും പൊറോട്ടയും എപ്പം നല്ല ടേസ്റ്റാണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ അതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്കിയെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് 2 കപ്പ് തേങ്ങാപ്പാൽ വേണം. അതിന് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് നമുക്ക് കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ ഇതുപോലെ അരിച്ചെടുക്കുക. എല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഈ 2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ 1 കപ്പ് പാൽപ്പൊടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2.5 ടീസ്പൂണോളം ഉണ്ടാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റാണ് എടുത്തത്. അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ പെട്ടെന്നാക്കിയെടുക്കുന്നതാണ്. ആ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. അതൊന്ന് പുഡിങ് ട്രേയിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇതാ നല്ല പുഡിങ് റെഡിയായി. നല്ല ടേസ്റ്റുമാണ്. ആ തേങ്ങാപ്പാലിൻ്റെതും പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ പുഡിങ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു ചെറിയ കപ്പിലൊഴിച്ചതാണ്. ബാക്കി വരുന്നത് കുറച്ച് കപ്പിലൊഴിച്ചത് കൊണ്ടാണ് ഇതുപോലെ ഒന്നാക്കിയെടുത്തതാണ്. ഇതാ നല്ല പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്.